മൂന്നാർ ടൗണിലെ ഫ്രൂട്ട്സ് മാർക്കറ്റിന് സമീപം റോഡരികിലെ അനധികൃത പാർക്കിംഗ് ചുമട്ടുതൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ തടസ്സം സൃഷ്ടിക്കുന്നതായി പരാതി. വിനോദസഞ്ചാര വാഹനങ്ങളടക്കം ഇവിടെ പാർക്ക് ചെയ്യുന്നതോടെ ചരക്കുമായി വരുന്ന വാഹനങ്ങൾ നിർത്താനോ ലോഡിറക്കാനോ കഴിയാത്ത സ്ഥിതിയുണ്ടെന്ന് ചുമട്ടുതൊഴിലാളികൾ പരാതി ഉന്നയിക്കുന്നു. വിഷയത്തിൽ പ്രശ്നപരിഹാരം വേണമെന്നാണ് ആവശ്യം. മൂന്നാറിലെ അനധികൃത പാർക്കിംഗ് എക്കാലത്തും പരാതികൾക്ക് ഇടവരുത്തുന്നതാണ്. ടൗണിലേക്ക് എത്തുന്ന തദ്ദേശീയരായവരും വിനോദസഞ്ചാരികളുമൊക്കെ തോന്നുംപടി തലങ്ങും വിലങ്ങും വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്നതാണ് പ്രതിസന്ധിയാകുന്നത്. ഇത് പലപ്പോഴും ഗതാഗതക്കുരുക്കിന് ഇടവരുത്താറുണ്ട്. ഇതിനൊപ്പമാണിപ്പോൾ ടൗണിൽ ഫ്രൂട്ട്സ് മാർക്കറ്റ് കേന്ദ്രീകരിച്ച് തൊഴിലെടുക്കുന്ന ചുമട്ടുതൊഴിലാളികളും പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഫ്രൂട്ട്സ് മാർക്കറ്റിന് സമീപം റോഡരികിൽ വാഹനങ്ങൾ തോന്നുംപടി പാർക്ക് ചെയ്തു പോകുന്ന സ്ഥിതിയുണ്ട്. വിനോദസഞ്ചാര വാഹനങ്ങളടക്കം ഇവിടെ പാർക്ക് ചെയ്യുന്നതോടെ ചരക്കുമായി വരുന്ന വാഹനങ്ങൾ നിർത്താനോ ലോഡിറക്കാനോ കഴിയാത്ത സ്ഥിതിയുണ്ടെന്ന് ചുമട്ടുതൊഴിലാളികൾ പരാതി ഉന്നയിക്കുന്നു. റോഡരികിലെ അനധികൃത പാർക്കിംഗ് ചുമട്ടുതൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ തടസ്സം സൃഷ്ടിക്കുന്നതിനൊപ്പം ഈ പ്രദേശത്തെ വ്യാപാരികൾക്കും പ്രതിസന്ധിയാകുന്നതായും നാട്ടുകാർ പറഞ്ഞു. இப்படி வண்டி போட்டால் எப்படி இறக்க முடியும்? நாங்கள் இறக்கி கொடுத்தா தான் சாணம் அவங்க கடைக்காரங்க விற்க முடியும். எங்களுக்கும் தொழில் போச்சு, கடைக்காரங்களுக்கும் தொழில் போச்சு. எங்கள் லாஜிக்காரங்க மட்டும் ചോദിക്കുന്നത് என்ன இருக்கு? കടുமையான ആക്ഷൻ എടുത്ത மாதிரி കടുക്കുന്നു. ടൗണിലും പരിസര പ്രദേശങ്ങളിലും വേണ്ടവിധം പാർക്കിങ്ങിന് സൗകര്യമില്ലാത്തതാണ് മൂന്നാർ ടൗൺ നേരിടുന്ന പ്രധാന വെല്ലുവിളി. തങ്ങൾ നേരിടുന്ന വിഷയത്തിൽ പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യം ചുമട്ടുതൊഴിലാളികളും വ്യാപാരികളും മുമ്പോട്ട് വയ്ക്കുന്നു.